ഫ്ലെക്സ് പോലെ തന്നെ വേറൊരു പ്രോപ്പർട്ടിയാണ് ഗ്രിഡ്. ഫ്ലെക്സിൽ ഇപ്പോൾ നമുക്ക് ഒറ്റ ഡയമെൻഷനിൽ 1 ഡയമെൻഷനിലേ നമുക്ക് അലൈൻ ചെയ്യാൻ കഴിയുള്ളൂ. പക്ഷേ ഗ്രിഡിൽ വരുമ്പോൾ ഗ്രിഡിൽ നമുക്ക് റോലും കോളത്തിലും അലൈൻ ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മൾ ഗ്രിഡ് യൂസ് ചെയ്യുക. ഡിസ്പ്ലേ ഗ്രിഡ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് ഗ്രിഡ് ഒന്ന് ചെയ്ത് നോക്കാം. സോ നമ്മൾ ഔട്ടർ ഡിവിൽ നമ്മൾ ഫ്ലെക്സിന് പകരം ഞാൻ ഗ്രിഡ് എന്ന് കൊടുക്കുക. സോ ഞാൻ ബാക്കിയുള്ള പ്രോപ്പർട്ടീസൊക്കെ ഒന്ന് ഒഴിവാക്കുകയാണ്. ദെൻ കോമൺ ആയിട്ട് നമുക്കൊരു വിഡ്ത്തും ഹൈറ്റും കൊടുക്കാം 50 px. ദെൻ ഹൈറ്റ് 50 px. സോ ഗ്രിഡ് ഡിഫോൾട്ടായിട്ട് നമ്മൾ ബ്ലോക്ക് പോലെയാണ് ബിഹേവ് ചെയ്യുക. സോ ഡിസ്പ്ലേ ഗ്രിഡിൽ ഇനിയിപ്പോൾ നമുക്ക് ഒരു റോയിൽ 2 എലമെൻറ്റ് വേണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനാണ് നമ്മൾ കോളം ആയിട്ട് അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഗ്രിഡ് യൂസ് ചെയ്യുന്നത്. അതിനുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഗ്രിഡ് ടെംപ്ലേറ്റ് കോളംസ്. ഒരു റോയിൽ 2 കോളംസ് അപ്പിയർ ചെയ്യണമെങ്കിൽ നമ്മൾ ഓട്ടോ 2 തവണ കൊടുക്കും. സോ ഇപ്പോൾ 2 അപ്പിയർ ചെയ്തു. ഇപ്പോൾ നമുക്കിത് 100 VH ആയതുകൊണ്ടാണ് കുറച്ച് സ്പേസും കാര്യങ്ങളും വരുന്നത്. നമുക്കിപ്പോൾ ഒരു 500 px ഒക്കെ കൊടുത്താൽ കറക്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ നമുക്ക് ഒരു റോല് 4 വേണം. അപ്പോൾ 4 ഓട്ടോ എന്ന് കൊടുത്താൽ ഈ റോല് 4 വരും. നെക്സ്റ്റ് എലമെൻറ്റ് അടിയിലോട്ട് വരും. അതാണ് ഗ്രിഡ് ടെംപ്ലേറ്റ് കോളംസ്. നമുക്കിനി ഒരു ഗ്യാപ്പ്, ഇപ്പോൾ റോലും കോളത്തിലേക്ക് ഒരു ഗ്യാപ്പ് നമുക്ക് മെൻഷൻ ചെയ്യണം, കുറച്ച് ഗ്യാപ്പ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് റോ ഗ്യാപ്പ്, കോളം ഗ്യാപ്പ് എന്നുള്ള പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യാൻ കഴിയും. കോളം ഗ്യാപ്പ് യൂസ് ചെയ്താൽ ഇപ്പോൾ പ്രത്യേകിച്ച് മാറ്റമൊന്നുണ്ടാവില്ല, കാരണം ഓൾറെഡി അതൊരു ഗ്യാപ്പ് എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കൂടുതൽ ഒരു 50 px ഗ്യാപ്പ് ഒക്കെ എടുത്താൽ ചിലപ്പോൾ ഒന്നും കൂടെ ഇതാവും, ഗ്യാപ്പ് കൂടും. സോ ദെൻ ദർ ഈസ് സംതിങ് കോൾഡ് റോ ഗ്യാപ്പ്. റോ ഗ്യാപ്പ് നമുക്ക് കറക്റ്റായിട്ട് ഇപ്പോൾ ഇതിൽ ഗ്യാപ്പൊന്നുമില്ല. ഇപ്പോൾ ഇതൊരു ഇവിടുത്തെ 100 px ഒക്കെ ആണെങ്കിൽ ഹൈറ്റ് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചൊരു ഗ്യാപ്പ് എടുക്കും. ഒരു 500 px ഹൈറ്റ് ആണെങ്കിൽ അതിനനുസരിച്ച് ഗ്യാപ്പ് എടുക്കും. ബട്ട് ഹൈറ്റ് ഇല്ലാത്ത കേസിൽ നമ്മളൊരു ഗ്യാപ്പ് നമുക്ക് കൊടുക്കാൻ പറ്റും. അതാണ് കോളം ഗ്യാപ്പ് ആൻഡ് റോ ഗ്യാപ്പ്. ഇതിൻ്റെ ഒരു ഷോർട്ട് ടൈം പ്രോപ്പർട്ടിയാണ് കേട്ടോ നമ്മൾ നേരത്തെ എഴുതിയ ഗ്യാപ്പൊക്കെ. സോ നോർമലി കോളം ഗ്യാപ്പും റോ ഗ്യാപ്പും മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്യാപ്പ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഫ്ലെക്സിൻ്റെ കേസിൽ നമ്മൾ യൂസ് ചെയ്തായിരുന്നു. സോ ഇപ്പോൾ നമ്മളൊരു 50 px കൊടുത്താൽ റോ പ്ലസ് കോളത്തിൽ 50 വരും. സോ അതാണ് ഗ്യാപ്പ് രണ്ടും കൂടെ കൂട്ടി. ഇപ്പോൾ 50 ആയാൽ സെയിം റോലും കോളത്തിൽ 50 എടുക്കും. നമുക്ക് 100 ആക്കിയിട്ടും പലതരത്തിൽ നമുക്ക് കൊടുക്കാൻ കഴിയും. സോ നെക്സ്റ്റ് ഉള്ളൊരു പ്രോപ്പർട്ടിയാണ് ഗ്രിഡ് കോളം സ്റ്റാർട്ട് ആൻഡ് ഗ്രിഡ് കോളം എൻഡ്. അതേപോലെ തന്നെ ഗ്രിഡ് റോ സ്റ്റാർട്ട് ആൻഡ് ഗ്രിഡ് റോ എൻഡ്. അതായത് ഇപ്പോൾ ഇതൊരു ടേബിൾ ഫോർമാറ്റ് ആണല്ലോ, അതായത് കോളംസ് ഉണ്ട്, റോസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു എലമെൻറ്റ് എവിടെ മുതൽ എവിടെ വരെ നിൽക്കണം എന്നുള്ളതാണ് നമ്മൾ ഗ്രിഡ് കോളം സ്റ്റാർട്ട് ഗ്രിഡ് കോളം എൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് 1 മുതൽ 2 വരെ. ഇപ്പോൾ ഗ്രിഡ് കോളം ഞാൻ ഫസ്റ്റ് എലമെൻറ്റിൽ ഗ്രിഡ് കോളം സ്റ്റാർട്ട് ഒരു 5 px ഫസ്റ്റ് കൊടുത്തു. അത് ഫസ്റ്റ് എലമെൻറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഗ്രിഡ് കോളം എൻ്റെ ഒരു 3 കൊടുത്തു. ഇപ്പോൾ എന്താ സംഭവിക്കുക, ഫസ്റ്റത്തത് 3 വരെ നിൽക്കും, അതായത് 1 മുതൽ 3 വരെ നിൽക്കും. ഇതിപ്പോൾ നമ്മളൊരു ഫിക്സഡ് വിഡ്ത്ത് കൊടുത്തുകൊണ്ടാണ് ഇതിനൊരു ഇത് കാണാത്തത്. നമ്മളിപ്പോൾ ഒരു വിഡ്ത്ത് ഒഴിവാക്കുകയാണെങ്കിൽ 1 മുതൽ 3 വരെ സ്പേസ് എടുക്കും. ഇനി റോലും സെയിം പ്രോപ്പർട്ടി നമ്മളെ റോലും ഉണ്ട്. ഗ്രിഡ് റോ എൻഡ് റോലും എത്രത്തോളം സ്പേസ് എടുക്കണം എന്നുള്ളതാണ് റോല്. നമ്മൾ റോല് 1 മുതൽ 3 വരെ എടുക്കുമ്പോൾ ബാക്കിയുള്ള എലമെൻസൊക്കെ നെക്സ്റ്റ് ലൈനിലോട്ട് പോകും, നെക്സ്റ്റ് എലമെൻറ്റിലോട്ട് പോകും. ഇപ്പോൾ ഞാനിവിടെ ഹൈറ്റ് ഒന്ന് റിമൂവ് ചെയ്തിട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. 1 മുതൽ 3 വരെ അതിൻ്റെ ഹൈറ്റ് എടുത്തു. സോ അതാണ് ഗ്രിഡ് റോ സ്റ്റാർട്ട് ആൻഡ് ഗ്രിഡ് റോ എൻഡ്. ഇതിന് ഷോർട്ട് ടൈം പ്രോപ്പർട്ടി ഉണ്ട്. ഇപ്പോൾ ഗ്രിഡ് റോ സ്റ്റാർട്ട് എന്നൊക്കെ ഇതിന് പകരം ഇത് രണ്ടിനും കൂടെ നമുക്ക് ഗ്രിഡ് റോ എന്ന് മതി. എന്നിട്ട് ഇതിനൊരു മെത്തേഡ് ഉണ്ട്, 1/span. ദെൻ ഏത് വരെയാണ് 1 to 3 വരെ നമുക്ക് കൊടുക്കുകയാണെങ്കിൽ 1 to 3 വരെ
നിൽക്കും. പിന്നെ കോളത്തിലും സെയിം രീതിയിൽ ഗ്രിഡ് കോളം എന്നുണ്ട്, 3 വരെ നിൽക്കും. സോ ഇനിയും ഗ്രിഡിൽ കുറേ അധികം പ്രോപ്പർട്ടീസ് ഉണ്ട്, അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം, 1 by 1 ആയിട്ട് അങ്ങനെ ചെയ്ത് നോക്കാം. പിന്നെ നമ്മൾ പ്രൊജക്റ്റിൽ കുറേ പ്രോപ്പർട്ടീസ് നമുക്ക് യൂസ് ചെയ്യാം. സോ അതാണ് ഗ്രിഡ്. ഇപ്പോൾ ഗ്രിഡ് നമ്മൾ പറഞ്ഞപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞു, ഗ്രിഡ് എങ്ങനെ അപ്പിയർ ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ ഗ്രിഡ് ടെംപ്ലേറ്റ് കോളംസ് എങ്ങനെ അറേഞ്ച് ചെയ്യുക, ഒരു റോല് എത്ര എണ്ണം വേണമെന്ന് നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യുക എന്നുള്ളത് നോക്കി. പിന്നെ ഗ്രിഡ് കോളംസ് ഏത് മുതൽ ഏത് വരെ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ നെക്സ്റ്റ് നമ്മൾ നോക്കിയത് ഗ്രിഡ് കോളംസിനെ കുറിച്ച് പറഞ്ഞു. ഗ്രിഡ് കോളംസും ഗ്രിഡ് റോസും ഏത് മുതൽ ഏത് വരെ പോകണം എന്നുള്ളത് നമ്മൾ ഇതിൽ നോക്കി. സോ ഗ്രിഡ് ഞാൻ പറഞ്ഞ പോലെ ബാക്കിയുള്ള പ്രോപ്പർട്ടീസൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. സോ താങ്ക് യു.